വെരി നൈസ് വെരി വളരെ ഇമോഷണൽ ആയി കഴിഞ്ഞു അത് കണ്ടിട്ട്. രാജേഷ് മാധവന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. അറിയാം രാജേഷിന് എത്ര വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. സോ ഹി ഈസ് ഓൾവേസ് ഗോട്ട് ടാലന്റ്. അത് ആക്ടിങ്ങിലാണെങ്കിലും ഇപ്പോൾ ഡയറക്ഷനും കൂടിയാണെന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്? ഞാനൊരു ഭയങ്കര ഡോഗ് ലവറാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും അതിൻ്റെ ഭാഗത്തേക്കായിരുന്നു. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ഹിം, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു എന്നത് എനിക്ക് ഭയങ്കര ഇമോഷണലായി പോയി അത്. എങ്ങനെയുണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ മൂവി. ഒരു രക്ഷയില്ല. മനുഷ്യന്മാരുടെ പക, അസൂയ, വിദ്വേഷം, പരദൂഷണം, ഏഷണി, എടുത്തുചാട്ടം, വിവരമില്ലായ്മ എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് കൂടാതെ നമ്മൾ മനുഷ്യന്മാർ വളരെ മൃഗീയമായ മനുഷ്യന്മാരെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. മൃഗങ്ങളാണ് മനുഷ്യനേക്കാളും സ്നേഹമുള്ള ജീവികൾ. അല്ലെങ്കിൽ വിശക്കുമ്പോൾ മാത്രമേ വന്യമൃഗങ്ങൾ പോലും ആക്രമിക്കുകയുള്ളൂ. മനുഷ്യന്മാരങ്ങനെയല്ല. മറ്റൊരുവൻ്റെ സങ്കടം കാണാനും മറ്റൊരു കരയുന്നത് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഭയങ്കര വൈൽഡായിട്ടുള്ളൊരു മനസ്സകത്തുള്ള ആൾക്കാരാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. വിവേകമുള്ള വളരെ കുറച്ച് ആളുകൾക്കിടയിൽ വിവേകമില്ലാത്ത ഒരുപാട് മനുഷ്യരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കാനെന്നുള്ള വ്യാജമായ പേരിൽ അവർ ദ്രോഹിക്കുന്നത്. മൃഗങ്ങളുടെ ലൈഫ് അവരാസ്വദിച്ച് ജീവിക്കേണ്ടതാണ്. നമ്മുടെ ലൈഫ് നമ്മൾ ആസ്വദിച്ച് ജീവിക്കുന്ന പോലെ. ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കര രസമുണ്ട്. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ഡയറക്ഷനെ പറ്റിയിട്ട് എന്താ? ഇത്രയും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്രയും ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. രാജേഷ് ഏട്ടൻ ഇത്ര രസമായിട്ടാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിലെ ആദ്യത്തെ IFFK ആണ്. IFFKയിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന സിനിമയാണ് പെണ്ണും പൊറാട്ടും. പറഞ്ഞതുപോലെ പെണ്ണും പൊറാട്ടും ഒക്കെ ഉണ്ട് ഇതിൽ. പക്ഷെ ഭയങ്കരമായിട്ട് മനുഷ്യന്മാരെ ചിന്തിപ്പിക്കും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നുള്ളത്. അത് ഓരോ ഭാഗം കാണുമ്പോഴും ഓരോ വ്യക്തിക്കും ലൈഫിൽ നമ്മളിങ്ങനെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ പോലും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. അത്ര വിവേകമില്ലാതെ പെരുമാറുന്ന മനുഷ്യന്മാർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഡയറക്ഷൻ ഒരു രക്ഷയില്ലേ പറയാം. ഭയങ്കര രസമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. വിഷ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആയിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഭയങ്കര ഫാസ്റ്റാണ്. ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആർട്ടാണെങ്കിലും ഭയങ്കര മനോഹരമായിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര രസമാണ്. ആ ഒരു പാലക്കാടൻ ഒരു ഗ്രാമം, തനതായിട്ടുള്ളൊരു പാലക്കാടൻ ഗ്രാമം ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്.